കഴിഞ്ഞ ദിവസം എഴുവന്തരയിലും കുലുക്കല്ലൂരിലും കവർച്ച നടത്തിയ പ്രതിയെ ചെർപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി അബ്ദുൽ കബീർ എന്ന മാക്സി കബീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ 60-ലധികം കവർച്ചാ കേസുകൾ നേരത്തെയുണ്ട്. ഡിസംബർ 20-ന് എഴുവന്തരയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന വീട്ടമ്മയുടെ 4 പവൻ പാദസരം ജനൽ തുറന്ന് കവർന്ന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്ക് കുലുക്കല്ലൂരിൽ നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ ചെർപ്പശ്ശേരി CIA ദീപകുമാറും SI PM ലിബിയും അടങ്ങുന്ന സംഘമാണ് പെരിന്തൽമണ്ണ മക്കരപ്പറമ്പ് കുറ്റിപ്പുളിയൻ അബ്ദുൽ കബീർ എന്ന മാക്സി കബീറിനെ അറസ്റ്റ് ചെയ്തത്. ചെർപ്പളശ്ശേരി പട്ടാമ്പി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലുള്ള 21 കവർച്ചാ കേസുകളും മലപ്പുറം ജില്ലയിൽ 40 കവർച്ചാ കേസുകളും പ്രതി മാക്സി കബീറിന്റെ പേരിലുണ്ട്. 7 മാസം ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. രാത്രി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് ശേഷം വീടുകളിൽ കയറി ജനൽ വഴിയാണ് മാക്സി കബീർ കവർച്ച നടത്തിയിരുന്നതെന്ന് SI PM ലിബി പറഞ്ഞു. കൂടാതെ പ്രതി കവർച്ച സമയത്ത് നഗ്നനായാണ് നടക്കുന്നതെന്നും SI പറഞ്ഞു. അബ്ദുൽ കബീർ എന്നാണ്, മാക്സി കബീർ എന്നാണ് അറിയപ്പെടുന്നത്. അവന് ശരിക്കും ഒരു വീട്ടിൽ കയറുക, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ജനല് പൊളിച്ചതിന് ശേഷം ആഭരണങ്ങൾ വലിച്ചു പൊട്ടിക്കുക സ്ഥിരം പതിവാണ്. ഈ ഷൊർണൂർ സബ് ഡിവിഷനിൽ തന്നെ ഏകദേശം 25ഓളം കേസുകൾ ഉണ്ട്. അതിൽ ആ കേസുകളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അവന്റെ കൂട്ടുപ്രതികളെയും പിടിക്കുന്നുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിൽ 41ഓളം കേസുകളുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേഷനിലും മലപ്പുറത്തുമൊക്കെ ധാരാളം കേസിലെ പ്രതിയാണ്. ഇവന്റെ സ്ഥിരം ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ ഏതെങ്കിലും സ്ഥലത്ത് വരിക, സെക്കൻഡ് ഷോ കഴിയുക, അതിനുശേഷം ഏതെങ്കിലും വീടുകളിൽ അവന് ഇന്ന വീടൊന്നും ലക്ഷ്യമില്ല, ഓർഗനൈസ്ഡ് ക്രൈമല്ല. അവനെ ഇങ്ങനെ ഓരോ വീട്ടിലേക്കും ഇങ്ങനെ വരികയാണ്. ഇന്ന വീടെന്ന് അവൻ ലക്ഷ്യം വയ്ക്കുന്നില്ല. അതിൽ സൗകര്യപ്രദമായ വീട് കിട്ടുമ്പോൾ മോഷ്ടിക്കുകയാണ് അവന്റെ പണി. മാക്സി കബീർ എന്നാണ് അവനെ അറിയപ്പെടുന്നത്. കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പത്തംകുളം, വാണിയംകുളം, അനങ്ങനടി ഭാഗങ്ങളിലാണ് പ്രതി നേരത്തെ കവർച്ച നടത്തിയിരുന്നത്. പ്രതി കവർന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂട്ടുപ്രതികളെ ഉടൻ പിടികൂടുമെന്നും SI PM ലിബി പറഞ്ഞു.